സുജയ, വെല്ലുവിളികൾ വോട്ടാകുമോ? വെല്ലുവിളികൾ വോട്ടാക്കാനാണ് ഇങ്ങനെ തുടർച്ചയായി ഓരോ വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണാറുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ PV അൻവറാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നടത്തിയിരിക്കുന്നതും ഡയറക്റ്റ് വെല്ലുവിളികൾ നടത്തിയിരിക്കുന്നത്. അത് MLA സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ജനുവരി 13 തുടങ്ങിയ ആ വാർത്താസമ്മേളനം മുതൽ പിണറായിസത്തിനെതിരായ വെല്ലുവിളി തുടങ്ങുന്നുണ്ട്. പിണറായിസത്തെ മുട്ടുകുത്തിക്കും ഞാൻ എന്നുള്ള ഒരു വെല്ലുവിളിയുമായിട്ടാണ് അൻവർ ഇറങ്ങുന്നത്. അതിപ്പോൾ VD സതീശനെതിരെയായിട്ടുള്ള ഒരു വെല്ലുവിളിയായി പ്രധാനമായും മാറുകയാണ്. ഇവിടെ അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ PV അൻവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ നോക്കണം. അതായത് VD അടച്ച UDFന്റെ വാതിൽ 23 ശേഷം മറ്റാരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തിന് തുറന്നു കൊടുക്കും. ആ തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ 23 വോട്ടെണ്ണുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടണമല്ലോ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി വരൂ അൻവറെ എന്ന് ആരൊക്കെയോ UDFൽ നിന്ന് അൻവറിനോട് പറയുന്നുണ്ടോ എന്ന ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളിയാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കി എടുക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നടത്തുന്നത് ഇപ്പോൾ PV അൻവറാണ്. അതോടൊപ്പം മുന്നണികൾക്കിടയിലുള്ള വെല്ലുവിളികൾ, രാഷ്ട്രീയമായിട്ടുള്ള വാഗ്വാദങ്ങൾ, അത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തെയും പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ VV പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപാണല്ലോ മരിക്കുന്നത്. VV പ്രകാശിന്റെ നാടായ എടക്കര, ആ എടക്കര ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും എന്നതാണ്. ആ എടക്കര കൊടുക്കുന്ന ഒരു വെല്ലുവിളി അത് ആർക്ക് ഗുണകരമായി വരും എന്നതാണ് മറ്റൊരു വെല്ലുവിളിയായി, ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായി ഞാൻ കാണുന്ന ഒന്നാമത്തെ ഫാക്ടർ ഈ എടക്കര തന്നെയാണ്. അവിടെ 2021 UDFന് 7745 LDFന് 7757 വോട്ടും കിട്ടിയ സ്ഥലമാണ് എടക്കര എന്ന് പറയുന്നത്. നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്ന സ്ഥലമാണ്. അപ്പോൾ എടക്കര ഈ രണ്ട് മുന്നണികൾക്കും LDFനും UDFനും നല്ല വെല്ലുവിളി തന്നെ ഉയർത്തും. പ്രത്യേകിച്ചും അൻവർ ഇല്ലാത്ത LDF എടക്കരയിൽ എങ്ങനെ പെർഫോം ചെയ്യും? കാരണം VV പ്രകാശിന്റെ നാടാണ്. അവിടെ നിന്നുള്ള പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോൺഗ്രസും UDF സംവിധാനവും ആകെ പ്രയത്നിക്കുകയും ചെയ്യും. അവിടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനമാകുന്നത്. ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണ് VV പ്രകാശ് പരാജയപ്പെട്ടത്. അത് എടക്കരയിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി നിൽക്കുകയാണ്. അത് അദ്ദേഹം ഒരു പ്രസ്താവനയുടെ സ്വഭാവത്തിലാണ് പറഞ്ഞതെങ്കിലും അതിന് ഒരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പ്രകാശിനെ തോൽപ്പിച്ച ഷൗക്കത്തിനോട് എടക്കര എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു വെല്ലുവിളിയാണത്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ ഉപയോഗിക്കുന്നത് VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അച്ഛന്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂർക്കാരന്റെ മനസ്സിലും എരിയും എന്ന വാചകം കൂടിയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളിയായി അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഗുണഫലം ആർക്ക് കിട്ടും? സ്വരാജിന് കിട്ടുമോ, അതോ അൻവറിന് കിട്ടുമോ, അതോ ആര്യാടൻ ഷൗക്കത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് UDFന് കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് PV അൻവറിന്റെ ഇപ്പോഴത്തെ ശ്രമങ്ങളാണ്. PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PV അൻവർ ഒന്നുകിൽ വോട്ട് തനിക്ക് അനുകൂലമാക്കാൻ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാതിരിക്കാൻ. സ്വരാജിനെ അൻവർ ഒരു എതിരാളിയെ കാണുന്നുണ്ടോ എന്നത് എനിക്കിപ്പോൾ ഇന്നത്തെയൊക്കെ ഒരു പ്രതികരണം കണ്ടപ്പോൾ എനിക്കൊരു സംശയമാണ് തോന്നുന്നത്. കാരണം സ്വരാജിനെ അൻവർ വെല്ലുവിളിക്കുന്നതോ അല്ലെങ്കിൽ സ്വരാജിനെതിരെയോ പറയുന്നതിനെ എത്രയോ മടങ്ങ് കൂടുതലാണ് VD സതീശനെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ ഒരു ഡയറക്റ്റ് വെല്ലുവിളി സ്വരാജും PV അൻവറും തമ്മിൽ, പിണറായിസത്തിന്റെ ഒരു പ്രതിനിധിയാണ് സ്വരാജ് എന്നൊക്കെ പറയുന്ന ആ വാചകങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നേരിട്ടുള്ള ഒരു വെല്ലുവിളി ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ്. ഒന്നുകിൽ തനിക്ക് അനുകൂലമാക്കുക, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് എതിരാക്കുക. അതാണ് PV അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വെല്ലുവിളിയാണല്ലോ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ഇറക്കിയത്. ആളെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കുക, അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിട്ടത്. അപ്പോൾ ആ വെല്ലുവിളിക്ക് CPIM കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾ ചോദിച്ച ആളെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ആ വെല്ലുവിളിക്ക് മറുപടി കൊടുത്ത CPIMന്റെ ആ മറുപടി എങ്ങനെയായിരിക്കും? വെല്ലുവിളിയും അതിന് കൊടുത്ത മറുപടിയും എങ്ങനെയായിരിക്കും വോട്ടായി കൺവേർട്ട് ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. വെല്ലുവിളിച്ചവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനുശേഷം ഇപ്പോൾ ഓരോ ബൂത്തിലും കേന്ദ്രീകരിച്ചുള്ള പ്രചാരണവും സ്വരാജ് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ജനുവരി 13 അൻവർ നടത്തിയതിനുള്ള ഒരു മറുപടിയാണ്. അത് നേരിട്ട് പാർട്ടിക്ക്, മുന്നണിക്ക്, മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന വെല്ലുവിളിയാണ് PV അൻവറിൻ്റേത്. നിങ്ങളുടെ MLA സ്ഥാനം എനിക്ക് വേണ്ട എന്ന് ഇറങ്ങി പോന്നുകൊണ്ട് നേരിട്ട് മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ നേരിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും പറയുന്നുണ്ട്. അതിൽ നിന്ന് അൻവർ മാറുന്നില്ല. ആ വെല്ലുവിളി സിറ്റിംഗ് സീറ്റ് നിലനിർത്തിക്കൊണ്ട് ഒരു മറുപടിയാക്കി LDFന് കൊടുക്കാൻ കഴിയുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷൻ, മലപ്പുറം പരാമർശം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ മത്സരമാകുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുപയോഗിക്കുന്ന ആയുധങ്ങളാണ്. ആ വെല്ലുവിളികൾക്കുള്ള മറുപടി കൊടുക്കേണ്ടത് ജനമാണ്. ഇതിലേതിനാണ് വെയിറ്റേജ് എന്ന് തീരുമാനിക്കേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 9 വർഷം, അതിനു മുൻപുള്ള ആര്യാടൻ മുഹമ്മദിന്റെ 3 പതിറ്റാണ്ടോളം നീളുന്ന ടെന്യൂർ, ഈ രണ്ട് സമയത്തും ഈ അവിടെ എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മലയോര മേഖലയെക്കുറിച്ച് പറയുമ്പോൾ, ഈ മലയോര മേഖലയ്ക്ക് വേണ്ടി ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അവിടെ സെർവ് ചെയ്ത MLA ആയിരുന്നയാൾ എന്ത് ചെയ്തു? അത് ജനം വിലയിരുത്തും. കാരണം ആര്യാടൻ മുഹമ്മദിന്റെ
മകനായി അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ആര്യടൻ ഷൗക്കത്തിനെ അവതരിപ്പിക്കുമ്പോൾ അച്ഛൻ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നൊരു കാര്യം അവിടെ പ്രസക്തമാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോകുന്ന ഒരു വെല്ലുവിളി അച്ഛനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അച്ഛൻ MLA ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. അതും വോട്ടായി കൺവേർട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ 34.43 ലക്ഷം പേർക്ക് ആകെ 9,311 കോടി രൂപയാണ് ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ 62 ലക്ഷമായി ഗുണഭോക്താക്കളുടെ എണ്ണം മാറുകയാണ്. അവർക്ക് പെൻഷൻ കൃത്യമായി ഓരോ മാസവും കൊടുക്കുന്നതിനൊപ്പം കുടിശ്ശികയായി കിടക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ പരാമർശം. അപ്പോൾ കൂട്ടുകയും തരികയും ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ജനം കാണുന്നതെങ്കിൽ KCയുടെ വെല്ലുവിളി അവിടെയും പാളാനായിട്ട് അതെ. അപ്പോൾ ഈ 9,311 കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യയുടെ 20% ആൾക്കാർക്ക് 62 ലക്ഷം ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ എങ്ങനെ പോയാലും അതിന്റെ ഒരു സൈസബിൾ ആയിട്ടുള്ള ഒരു വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണല്ലോ ഈ പെൻഷൻ വാങ്ങുന്നവർ. അപ്പോൾ അവരുടെ വോട്ട് എന്ന് പറയുന്നത് പ്രധാനമാണ്. അതാണ് അവരതിനെ എങ്ങനെ എടുക്കുന്നു. പ്രായമായവരൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ ബൂത്തിലേക്ക് പോകാനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മടിച്ചിരുന്നവരൊക്കെ ഇത്തവണ വാഹനങ്ങളിലും വീൽ ചെയറിലും ഒക്കെയായി ബൂത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു നിര ചിലപ്പോൾ നമ്മൾ കൂടുന്നത് 19 കാണുകയാണെങ്കിൽ അതിലേക്ക് നയിച്ചത് ഈ പരാമർശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, വെല്ലുവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴും ഏറ്റവും കൂടുതൽ നോക്കിയാൽ അറിയാം നിലമ്പൂരിലെ എല്ലാ ഹോട്ടലുകളും നിറഞ്ഞിരിക്കുന്നത് UDF നേതാക്കളെ കൊണ്ടാകും. കാരണം ചെറിയ ചെറിയ സമ്മേളനങ്ങളിൽ വരെ UDFന്റെ വലിയ നേതാക്കൾ വന്ന്, സംസ്ഥാന നേതാക്കൾ വന്ന് പ്രസംഗിക്കുകയാണ്. കൊച്ചു കൊച്ചു സമ്മേളനങ്ങളിൽ വരെ അങ്ങനെ സാന്നിധ്യം അറിയിക്കുകയാണ്. അപ്പോൾ ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കേണ്ട ഒരു വെല്ലുവിളി UDFന് മുന്നിലുണ്ട്. ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, ഭിന്നിച്ചു പോയിട്ടില്ല, ഈ തീരുമാനം ശരിയാണ് എന്ന് സ്ഥാപിക്കേണ്ട ഒരു വെല്ലുവിളി UDF സംവിധാനത്തിന്, പ്രത്യേകിച്ചും ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുന്നിലുണ്ട്. ആ വെല്ലുവിളി അവർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് PV അൻവറാണ്. കാരണം PV അൻവറിനെ അകത്തേക്ക് കയറ്റാതിരുന്നത് അത് UDFന് നല്ല തീരുമാനമായോ ഇല്ലയോ എന്നുള്ള ആ ഒരു വെല്ലുവിളിയുടെ ഉത്തരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മാറുക. 2026 ഭാവി വിജയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ ഒരു ട്രെൻഡ് സെറ്ററാണ്. ഈ ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ അനുസരിച്ചാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതും അതിനുശേഷം അടുത്ത മാസങ്ങളിൽ തന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും. എല്ലാത്തിലേക്കും അധികം സമയമില്ല. അതുകൊണ്ട് ഒരു ട്രെൻഡ് സെറ്റർ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളികൾ വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാർ വിരുദ്ധ വോട്ടിംഗ് നടക്കുമോ എന്ന കാര്യം ഇവിടെ നമുക്ക് 19-ന് വിധി എഴുതുമ്പോൾ വോട്ടർമാരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്ന രീതിയിൽ പ്രചാരണം മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തണം. ഈ വനം വന്യജീവി പ്രശ്നമൊക്കെ എന്ന് പറയുന്നാൽ ആ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതെന്തുകൊണ്ട് കൃത്യമായി ഉന്നയിക്കാൻ UDFന് കഴിയുന്നില്ല? മലയോര ജാഥയൊക്കെ നടത്തിയവരല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് അത് കൃത്യമായി ഉന്നയിക്കാൻ, മറ്റു വിഷയങ്ങളിൽ തപ്പിത്തറഞ്ഞു നിൽക്കാതെ അത് ഉന്നയിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു കാര്യം അവിടെയുണ്ട്. അതേസമയം തന്നെ LDF ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ഓരോരുത്തരെയും പോയി കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ്. NDA നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ വോട്ട് പിടുത്തം നടത്തുന്നു. ഉള്ള വോട്ടെങ്കിലും നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ അൻവർ ലീഗിനെ തൊടുന്നില്ല, ലീഗ് അൻവറിനെയും തൊടുന്നില്ല. പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ഒരു പരാമർശമോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഈ പ്രചാരണ വേളയിൽ പോലും തൊടുന്നില്ല. അതെന്താണ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നതും അത് അവിടെ ഒരു വെല്ലുവിളിയായി അത് UDF സംവിധാനത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളികൾക്കെല്ലാം ചേർന്നുള്ള ഒരു ഉത്തരമായിരിക്കും ഉണ്ടാവുക. വെല്ലുവിളികൾ വോട്ടായി മാറുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. Meet the editors.